അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, അള്ളാഹു നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ നമുക്കേവർക്കും ഉപകാരപ്രദമാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവിനെക്കുറിച്ച് അറിയുവാനും അടുക്കുവാനും നമുക്ക് അവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് ആത്മീയമായ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമ്മൾ വളരെയധികം പ്രയത്നിക്കണം. നമ്മളൊക്കെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തപ്പെടാൻ ഒരുപാട് വൈകിപ്പോയി. ഈ സംസാരിക്കുന്ന ഞാൻ പോലും 54-ാമത്തെ വയസ്സിൽ നിന്നുകൊണ്ട് ഇനി മുന്നോട്ടുള്ള സമയം എത്ര വരെ നമ്മൾ പോകും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. നാളത്തെ പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നാൽ നമുക്ക് ചിരിക്കാം, നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പറയാം, നമ്മുടെ ശത്രുക്കളോട് നമുക്ക് ശത്രുത പുലർത്താം, സ്നേഹമുള്ളവരോട് സ്നേഹം പുലർത്താം, ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എല്ലാം നാളെ നേരം വെളുക്കുമ്പോൾ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ നമുക്കിതിനൊക്കെ സാധിക്കുകയുള്ളൂ. നമുക്ക് എത്ര നേരം കണ്ണ് തുറന്നിരിക്കാൻ കഴിയും? ഒരു ദിവസം മുഴുവനും ഉറങ്ങാതെ നമ്മളിരിക്കാൻ ശ്രമിച്ചാൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ കണ്ണ് ഒന്ന് തൂങ്ങിപ്പോകും. നമ്മുടെ നിയന്ത്രണത്തിനല്ല നമ്മുടെ ശരീരമുള്ളത്. നമ്മൾ പലതും ചിന്തിക്കുന്നുണ്ട്, പലതും ആഗ്രഹിക്കുന്നുണ്ട്, പലതിനു വേണ്ടിയും യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ആ യാത്രകളൊക്കെ ഒരു വേഗമായ അവസ്ഥയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. പലതരം അനുഭവങ്ങൾ പല സംഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പല ആളുകളും പ്രസംഗവേദികളിൽ, അതുപോലെ തന്നെ കളിക്കളങ്ങളിൽ, മറ്റിതര ജോലി സംബന്ധമായ വിഷയങ്ങളിലൊക്കെ ഇരിക്കുന്ന മുഹൂർത്തത്തിൽ പെട്ടെന്ന് തന്നെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് വീഡിയോകളൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല, എങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരുപാട് പറയാൻ കഴിയും. ജീവിതത്തെക്കുറിച്ച് നമ്മൾ വളരെയധികം പ്ലാനൊക്കെ നടത്തും. 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കണം എന്നൊക്കെ പറയാൻ കഴിയും. പക്ഷേ ഓരോ ദിവസവും ഉണരുകയും അതുപോലെ തന്നെ ഉറങ്ങുകയും ചെയ്യുന്ന ശരീരമാണ് നമ്മുടേത്. ആ ഉണരലും ആ ഉറങ്ങലും ഒക്കെ നമുക്കൊരു ടൈം ഫിക്സ് ചെയ്ത് നമുക്ക് നടത്താൻ പറ്റും. പക്ഷേ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ നമുക്ക് കഴിയും. എങ്കിൽ നമ്മളറിയാതെ ആ ഉറക്കം നമ്മളെ പിടികൂടിയാൽ, ഉണരാൻ കഴിയാതെ വന്നാൽ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ആ 1 വർഷവും 2 വർഷവും ഒക്കെ നമ്മുടെ വെറും സ്വപ്നങ്ങളായി തീർന്നു പോകുന്നതാണ്. യാസീൻ എന്ന് പറയുന്ന സൂറത്തിലൂടെ നമ്മളെ നിത്യവും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ വേണ്ടി നമ്മൾ പല തർക്കങ്ങളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പായുമ്പോൾ അവനൊന്ന് വിളിച്ചാൽ എല്ലാം പാതി വഴിയിലാക്കിക്കൊണ്ട് തിരിഞ്ഞു പോകേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് സാധാരണക്കാരായ, ശരീഅത്ത് ബന്ധപ്പെട്ട് ജീവിക്കുന്ന, ശരീഅത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
അവർ ആഖിറത്തെക്കുറിച്ച് സംസാരിക്കുകയും ആത്മീയപരമായ ചരിത്രകഥകൾ കേൾക്കുകയും എങ്കിൽ ജീവിതത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. എങ്കിൽ സൂഫികളെ സംബന്ധിച്ചിടത്തോളം ഒരു സൂഫി പരിപൂർണതയിലേക്ക് എത്തുന്നത് അവൻ വർഷങ്ങളെ കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല, ദിവസങ്ങളെ കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല, മറിച്ച് നിമിഷങ്ങളെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഈ സംസാരം പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു മനുഷ്യനാണ്. ഇത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ്, അവന് സ്തുതി. അങ്ങനെ ഓരോന്നും പൂർത്തീകരിക്കുമ്പോൾ അവന് സ്തുതി പറയുന്നൊരു മനസ്സ് നമുക്കുണ്ടാകണം. കാരണം ഇതെല്ലാം പൂർത്തിയാക്കുന്നത് അവനാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഒരു പേരുണ്ട്. ആ പേരുള്ളൊരു വ്യക്തി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ പേര് പറയാതെ അവൻ ഞാൻ ചെയ്തു എന്ന് പറയാനുള്ള കാരണം അതാണ്. ആരാണ് ഞാൻ? ആ ഞാൻ എന്ന് പറയുന്ന ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയലാണ് സൂഫിസത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂഫിയുമായിട്ടുള്ള ആ സഹവാസത്തിലൂടെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അവൻ അനുഭവങ്ങൾ കൊണ്ട് തിരിച്ചറിയുകയാണ്, എല്ലാം ചെയ്യുന്നത് ഞാനല്ല, മറിച്ച് എൻ്റെ ഉള്ളിൽ ഒരു ഞാനുണ്ട്. ആ ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എൻ്റെ കയ്യിൽ ഒരു മൺവെട്ടിയുണ്ട്. മുറ്റത്ത് നിൽക്കുന്ന പുല്ലുകളൊക്കെ ചെത്തി മാറ്റണം. ഞാൻ എൻ്റെ കൈകൊണ്ട് ആ മൺവെട്ടിയിൽ പിടിച്ചുകൊണ്ട് ആ പുല്ലുകൾ അരിഞ്ഞു മാറ്റി അവിടം വൃത്തിയാക്കുന്നത് പോലെ എൻ്റെ കൈകൊണ്ട് ഞാനതിനെ വൃത്തിയാക്കാനായിട്ട് വെട്ടി ഒതുക്കി എടുക്കുന്ന ആ ഒരവസ്ഥ വരുമ്പോൾ മൺവെട്ടിക്ക് ജീവനില്ല. ആ മൺവെട്ടിക്ക് ചലനമുണ്ടായത് ഞാൻ പിടിച്ചത് കൊണ്ടാണെങ്കിൽ എനിക്ക് ചലനമുണ്ടാകുന്നത് എന്നെ ആരോ പിടിച്ചിരിക്കുന്നു. അവൻ്റെ പിടുത്തം കൊണ്ടാണ് എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്നതെന്നുള്ള ഒരു ബോധം ഉണ്ടാക്കി എടുക്കലാണ് സൂഫിസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറിച്ച് എല്ലാം ഞാനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ മൺവെട്ടി ചിന്തിക്കുകയാണ് എല്ലാം ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ധാരണയിൽ പോയാൽ അതിനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഉറപ്പതിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വടി വേറെയും അതിൻ്റെ വെട്ടിയെടുക്കേണ്ട ആ ഇരുമ്പ് വേറെയുമായി വേർപെട്ടു പോകുന്നത് പോലെ ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ട് ശരീരം മണ്ണിലേക്ക് വേർപെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇതൊക്കെ തിരിയണമെങ്കിൽ നമുക്കൊരു സൂഫിയുമായിട്ടുള്ള ആത്മബന്ധം നിർബന്ധമാണ്. ഒരു സൂഫിയുടെ പഠനമല്ല ഒരു പണ്ഡിതൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പണ്ഡിതൻ പഠിച്ച അറിവുകളാണ് നൽകുന്നതെങ്കിൽ സൂഫി അനുഭവത്തിൻ്റെ കഥകളാണ് പറയുന്നത്. ധാരാളം ആലിമീങ്ങൾ പഠിച്ചതാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിദ്യയാണ്, വിദ്യാഭ്യാസമാണ്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കലാണ്. എങ്കിൽ സൂഫികൾ അതല്ല. അവർക്ക് വരുന്ന ഉൾവിളി, ഉള്ളറിവ്, അതിലൂടെ അവർ ഓരോ വിഷയങ്ങളും പുതിയ പുതിയ വിഷയങ്ങൾ, പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ കഥകൾ, പുതിയ പുതിയ സംഭവങ്ങളൊക്കെ അവരോടൊപ്പം നിരന്തരം യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇന്ന് കേവലം ആളുകൾക്കൊക്കെ സൂഫിസത്തെക്കുറിച്ചും സൂഫികളെക്കുറിച്ചുമൊക്കെ കേട്ടറിവുകളേ ഉള്ളൂ. കണ്ടറിഞ്ഞ ആളുകൾ ധാരാളമുണ്ട്. അവരൊക്കെ പ്രായമെത്തിയവരും അതിൻ്റെ ബഹുമാനത്തോടുകൂടി അത്തരം മഹാന്മാരുടെ ശിഷ്യഗണങ്ങളായിരുന്നവരും മുഹബത്തിലിരുന്നവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ
അതിൻ്റെ സൂക്ഷ്മതയിലൂടെ കടന്നു പോകുന്നു. അതുപോലെ അത്തരം മഹാരഥന്മാരെ കാണാനുള്ള ഭാഗ്യം ലഭിച്ച ഈ ഉള്ളവന് അവരുടെ ആ മുഹബത്ത്, സ്നേഹം, അവരൊക്കെ നമുക്ക് നമ്മുടെ സാമീപ്യത്തിലുണ്ട് എന്ന് ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് സൂഫികളുടെ സ്വഭാവം? ഏറ്റവും പ്രധാനപ്പെട്ടതാണത്. ഒരു സൂഫിയുടെ സ്വഭാവം. ഒരു സൂഫിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ലാളിത്യമാണ്, കരുണയാണ്. ഏറ്റവും നല്ല കരുണയുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കലാണ്, ഉള്ളും പുറവും പരിശുദ്ധമാക്കുന്ന ഒരു പ്രവർത്തനമാണ് സൂഫിസത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ വളർന്നു വന്നപ്പോൾ നമുക്കൊരുപാട് ആഗ്രഹങ്ങൾ, ഇതെല്ലാം നമുക്ക് മറ്റുള്ളവർ സമ്മാനിച്ചതാണ്. നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അങ്ങനെ പലരും നമുക്ക് സമ്മാനിച്ച അറിവുകൾ കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ എപ്പോഴും ഭൗതികമായ താല്പര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കും. പക്ഷെ ഒരു സൂഫിയിലേക്ക് നമ്മൾ അടുക്കാൻ തുടങ്ങുമ്പോൾ ഭൗതിക താല്പര്യങ്ങളിൽ നിന്നെല്ലാം പയ്യെ പയ്യെ നമ്മുടെ മനസ്സ് അകന്നു തുടങ്ങും. അങ്ങനെ അകന്നകന്നകന്ന്, എല്ലാത്തിൽ നിന്നും അകന്ന്, നമ്മളെ മനസ്സിലാക്കുന്നവരായിട്ടുള്ള ബന്ധമല്ലാതെ മറ്റൊരു ബന്ധത്തിന് അവർ തയ്യാറാവുകയുമില്ല. തിരിയുന്നവരോട് മാത്രമേ അവർ സംസാരിക്കാൻ തയ്യാറാവുകയുള്ളൂ. കാരണം തിരിയാത്തവരോട് സംസാരിച്ച് സമയം കളയാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. കാരണം സമയം എന്നുള്ളത് വളരെ വിലപിടിപ്പുള്ളൊരു സംഭവമാണ്. ഒരു നിമിഷം വെറുതെ കളയാനുള്ളതല്ല. അതുകൊണ്ട് നിമിഷങ്ങൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്നവരാണ് സൂഫികൾ. അതുകൊണ്ട് തൻ്റെ ഇന്നത്തെ ഒരു ദിവസം എത്രത്തോളം തൻ്റെ റബ്ബിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഇത് സംസാരിച്ച് തീരുന്നത് വരെ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അറിവുകൾ ഒന്നും ഏതെങ്കിലും ഒരു പുസ്തകം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടോ ഒന്നും സംസാരിക്കുന്നതല്ല. വന്നങ്ങിരിക്കുമ്പോൾ എന്താണോ മനസ്സിൽ വരുന്നത് അതങ്ങ് പറയുകയാണ്. യഥാർത്ഥത്തിൽ അറിവുകൾ എല്ലാവർക്കും ഓരോ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഏതൊരു വ്യക്തിക്കും, അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനായാലും അക്ഷരാഭ്യാസമുള്ള ഒരാൾക്ക് അത് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. പക്ഷേ തിരിച്ചറിയാത്ത ഒന്നുണ്ട്. തിരിച്ചറിയാത്ത ഒന്ന് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ നമ്മളാരും കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. മുസ്ലിമായി ജനിച്ച എല്ലാ വിഭാഗങ്ങളും അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുന്നു ആധികാരികമായി, എങ്കിൽ അവനെ ആരും കണ്ടിട്ടില്ല. അവനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്നത് ഗ്രന്ഥങ്ങൾ നോക്കിയാണ്, ഹദീസുകൾ നോക്കിയാണ്. ഈ ഹദീസുകളും ഈ ഗ്രന്ഥങ്ങളുമൊക്കെ ആര് എഴുതി? അവർക്ക് എഴുതാനുള്ള പ്രചോദനം എന്തായിരുന്നു? എവിടെ നിന്നാണ് ഇതൊക്കെ എഴുതാനുള്ള അറിവ് അവർക്ക് കിട്ടിയത്? അപ്പോൾ അവരുടെയെല്ലാം പ്രയത്നങ്ങൾ, ആ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ ഹദീസും ഖുർആനുമൊക്കെ. എങ്കിൽ അത് ഓതി പഠിക്കുന്നവൻ ഒരു പ്രയത്നവും നടത്തിയിട്ടില്ല. അത് പഠിക്കാനുള്ളൊരു പ്രയത്നം മാത്രമേ നടത്തിയിട്ടുള്ളൂ. അവനിക്ക് അനുഭവങ്ങളില്ല. എങ്കിൽ ഈ ഹദീസും ഈ ഖുർആനും ഒക്കെ ഭംഗിയായി അതൊരു ഗ്രന്ഥമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ച മഹാരഥന്മാർ അനുഭവങ്ങളിലൂടെ അനുഭവിച്ചുകൊണ്ട് എഴുതിയതാണ്. പക്ഷെ ഇത് പഠിക്കുന്ന ഒരനുഭവമല്ലാതെ അവർ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് പലരും പലതരത്തിൽ തർക്കങ്ങളായി, സംവാദങ്ങളായി, ഓരോ ആളുകളും അവരവരുടേതായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്
ഈ ദീനിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നബിദിനം കടന്നു വരികയാണ്. നബിദിനം, ഈ നബിദിനം എന്ന് പറയുമ്പോൾ നബി ജനിച്ച ദിവസവും ആ ജനിച്ച ദിവസത്തെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് പൊതുവെ എല്ലാവരും കാണുന്നത്. നബിയുടെ ജനനം, ആ ജനന സമയം തന്നെയാണ് മരണസമയവും. അപ്പോൾ ജനിച്ചതും മരിച്ചതും ഒരേ ദിവസമായതുകൊണ്ട് പലരും പല ആശയക്കുഴപ്പത്തിൽ തർക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം അത് ആഘോഷിക്കാൻ പാടില്ല എന്നും വേറൊരു വിഭാഗം ആഘോഷിക്കാമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തർക്കം നടത്തുകയാണ്. പ്രവാചകനെ സ്നേഹിക്കുന്നവർ ഒരു വിധത്തിലും തർക്കം നടത്തേണ്ട കാര്യമില്ല. കാരണം നബിയുടെ വഫാത്തിന് നമ്മളെന്തിന് പ്രാധാന്യം കൊടുക്കണം? കാരണം ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ മരിച്ചവർ എന്ന് പറയരുത്. അപ്പോൾ അവർക്ക് മരണമില്ല, അവരെന്നും ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ എന്നും ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ അവർ നൽകിയ അറിവുകളുടെ ഒരനുഗ്രഹം, ആ അനുഗ്രഹമാണ് ഇസ്ലാം എന്ന് പറയുന്നൊരു മതം. ആ ഇസ്ലാം മതവിശ്വാസികൾ പല വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് പല ആശയങ്ങളിൽ തർക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ അവർക്ക് മരണമില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറയുമ്പോൾ, അവരുടെ ആ അറിവിൻ്റെ ആഘോഷമാണ് എല്ലാവരും സ്മരണയോടുകൂടി കൊണ്ടാടുന്നത്. അത് തിരിച്ചറിയാൻ കഴിയാതെ ചുമ്മാ വെറും അർത്ഥം വെച്ചുകൊണ്ട് തർക്കിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗവും. വ്യക്തമായ ഒരന്വേഷണത്തിന് പോലും തയ്യാറാകാതെ കാഴ്ചപ്പാടുകളിലൂടെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുക. അപ്പം ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായി ഒഴിഞ്ഞൊരു വിഭാഗമാണ് സൂഫികൾ. അവരിത്തരം സംവാദങ്ങളിലേക്കോ പ്രശ്നങ്ങളിലേക്കോ ഒന്നും കടന്നു ചെല്ലുന്നില്ല. താൻ പറയുന്നത് മനസ്സിലാക്കുന്ന ആളുകളുമായിട്ടുള്ള സഹവാസമല്ലാതെ സംവാദമുള്ള ആളുകളായിട്ട് അവർ സഹവസിക്കാറുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾക്കൊരു ലാളിത്യമുണ്ടാകണം, കരുണയുണ്ടാകണം. ആ കരുണ ആരോട് ഏത് രീതിയിൽ നമ്മൾ പെരുമാറണം എന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. കാണുന്നവരോടെല്ലാം കരുണ കാണിക്കലല്ല, കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കുക. ഓരോന്നിനെയും തിരിച്ചറിയാൻ പഠിക്കുക. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തൊട്ടാൽ ചൊറിയുന്ന ഒരു ചെടിയുടെ അരികിൽ ചെന്നിട്ട് കാരുണ്യം കാണിച്ചാൽ എങ്ങനെയിരിക്കും? വളരെ സ്നേഹത്തോടു കൂടി അതിനെ ഒന്ന് തലോടിയാൽ നമുക്ക് ചൊറിച്ചിൽ കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മനുഷ്യരായിട്ട്, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരെയും സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് പറയുമ്പോൾ, ഈ പറഞ്ഞ പോലെ തൊട്ടാൽ വാടിപ്പോകുന്നതും തൊട്ടാൽ ചൊറിയുന്നതും എന്നാൽ ഔഷധ ഗുണമുള്ളതും എന്നാൽ ഒരു ഉപയോഗമില്ലാത്തതുമായ ചെടികളെപ്പോലെ മനുഷ്യർ, അതിൽ ഔഷധ ഗുണമുള്ളവരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഔഷധ ഗുണമുള്ള ഒരു വൈദ്യർക്ക് മറ്റൊരു വൈദ്യരെ തിരിച്ചറിയും. അപ്പോൾ ഒരു വൈദ്യരുടെ കഥ മറ്റൊരു വൈദ്യരോട് പറഞ്ഞാൽ മനസ്സിലാകും എന്നതുപോലെ സൂഫിക്ക് മനസ്സിലായ കഥ അത് തിരിച്ചറിയുന്ന ഒരാളുടെ ഉള്ളിലേക്ക് ഭംഗിയായി അവതരിപ്പിക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ റസൂല് ഈ നമസ്കാരം, ഈ ഏഴാനാകാശത്ത് പോയി ഈ നമസ്കാരത്തെ കൊണ്ടുവന്ന ഒരു ചരിത്രം പറയുമ്പോൾ നബി പോലും ഒന്ന് സംശയിച്ചു, ഞാൻ ഈ അനുഭവിച്ച കാര്യം ആരോട് പറയും? ഒരുപാട് ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും സംശയം, ആരോടാണ് ഞാനിത് പറയേണ്ടത്?
ഉടനെ ഒരു അശരീരി വന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ. അപ്പോൾ ആരോട് പറയണം? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെന്ത് ചെയ്യുന്നു? നമ്മുടെ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന നമ്മുടെ കൂട്ടുകാരിയല്ലേ എന്ന് കരുതി, അല്ലെങ്കിൽ കൂട്ടുകാരനല്ലേ എന്ന് കരുതി നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് പറയും. നമുക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റാണത്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ, ഏറ്റവും വലിയ കൂട്ടുകാരനല്ലേ, എൻ്റെ വിഷമങ്ങളൊക്കെ, എനിക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളൊക്കെ അവനോട് പറയാം. അപ്പോൾ ഒരു സമാധാനം കിട്ടും. അവനോട് പറയും, അവൻ കേൾക്കും, അവൻ ആശ്വസിപ്പിക്കും. നാളെ എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റിക്കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയുന്നത് അവനായിരിക്കും. അപ്പോൾ നല്ലൊരു സുഹൃത്തിനെ പോലും കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഇവിടെയാണ് സൂഫി, നമുക്കൊരു സൂഫിയായിട്ട് ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വേദനകൾ ഒരു ലോക്കറിൽ കൊണ്ടുപോയി നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് പോലെയാണ്. നമ്മുടെ പ്രയാസങ്ങൾ അവരുടെ ഉള്ളിൽ ഭദ്രമായിരിക്കും. നമുക്കതിന് വഴി തുറന്നു തരികയും ചെയ്യും. ഇതൊക്കെ വളരെ വിശദമായി ഒരു ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കേട്ടിരിക്കാൻ നിങ്ങൾക്കും സമയം വേണം. പറയാൻ ഞാൻ തയ്യാറാണ്. ഒരു ദിവസം മുഴുവനും ഇരുന്ന് സംസാരിക്കാം. ഉറക്കമില്ലാതെ, ഭക്ഷണമില്ലാതെ ഒക്കെ ഇരുന്ന് സംസാരിക്കാം. പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ സമയമില്ല. ഒരല്പം സമയം കൊണ്ടാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. മണിക്കൂറുകളോളം ഇത് പറഞ്ഞാൽ നിങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു ഗുളിക കഴിക്കുന്നത് പോലെ 3 നേരം സേവിക്കാൻ ഡോക്ടർ ഗുളിക തന്നു. അതെല്ലാം കൂടി ഒരുമിച്ച് തിന്നു കഴിഞ്ഞാൽ രോഗം മാറില്ല. അത് 3 നേരമായി കഴിക്കുക എന്ന് പറഞ്ഞതുപോലെ ആ 3 നേരം മുടങ്ങാതെ കൃത്യമായി അത് കഴിക്കുന്നത് പോലെ ഈ ഇൽമിനെയും നമ്മൾ അല്പാൽപമായി മനസ്സിലാക്കി. അപ്പോൾ ആ മരുന്ന് 3 നേരമായി കഴിക്കുമ്പോൾ നമ്മുടെ രോഗം ശിഫയാകുന്നത് പോലെ ഇൽമു അല്പാൽപമായി കേട്ട് അത് അല്പാൽപമായി നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മളൊരു കാര്യം നമ്മൾ പകർത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വർഷങ്ങളും മാസങ്ങളും ഒക്കെ കളയുക, നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുക. നാളെ നേരം വെളുത്താൽ ഞാൻ ഉണ്ടാകുമോ എന്ന ഒരു ബോധത്തോടു കൂടി ജീവിക്കാൻ തയ്യാറായാൽ നമുക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകില്ല. എനിക്കൊക്കെ ഒരുപാട് തെറ്റുപറ്റി, ഒരുപാട് തെറ്റുപറ്റി. എനിക്ക് തൗബ ചെയ്യണം, അസ്തഗ്ഫിറുല്ലാഹ്. എന്താണ് നമുക്ക് ഒക്കെ മനസ്സിലാകുന്നത് ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പോൾ വിദ്യാലയങ്ങളിൽ പോയി പഠിച്ചിട്ട് വിദ്യ പൂർത്തീകരിക്കാതെ പോകുന്ന പല ആളുകളുമുണ്ട്. അവരിന്ന് പറയും, അന്ന് ഞങ്ങൾക്കൊന്നും പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല. മക്കളെ, നിങ്ങളെങ്കിലും നന്നായി പഠിക്കും, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആ പഠിക്കാത്തതിൻ്റെ ഒരു പ്രയാസം നമുക്കുള്ളതുപോലെ തന്നെ നമ്മുടെ നിമിഷങ്ങൾ നാളെ മരിച്ചാൽ പിന്നെ ഈ കാണുന്ന സുഹൃത്തുക്കളും സ്നേഹബന്ധങ്ങളും ബന്ധുമിത്രാദികളും വിവാഹ ആഘോഷങ്ങളും വിവാഹ ചടങ്ങുകളും മക്കളെ കെട്ടിക്കലും എല്ലാം, അതിനൊന്നും നമ്മളുണ്ടാവില്ല. പിന്നെ നമ്മുടെ ശരീരം മണ്ണിലേക്ക് മറയുകയും നമുക്കൊരു ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവ് റബ്ബുമായിട്ട് കണക്റ്റ് ആകുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നത്തെ വിഷയം. അത് നാട്ടുകാർക്ക് നോക്കി കാണാൻ പറ്റുന്നതല്ല. അത് നമ്മൾ മരിക്കുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാകുന്നൊരു സത്യമായി പോയതുകൊണ്ട് അതിനെക്കുറിച്ച് ഊഹാപോഹങ്ങൾ പറഞ്ഞ് തർക്കിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവനവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങൾ അവനവനിക്ക് വിലപ്പെട്ടതാണ്. അവനവൻ ചെയ്യുന്ന കർമ്മമാണ് അവനവനിക്ക് ഫലമാവുകയുള്ളൂ. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യാനും നല്ല ചിന്തകൾ ഉണ്ടാകാനും ഓരോ ദിവസത്തെയും നല്ലതാക്കി എടുക്കാനും മോശപ്പെട്ട കാര്യത്തിൽ നിന്ന് മെല്ലെ മെല്ലെ അകലാനും നമുക്ക് പറ്റുന്ന സംസാരങ്ങൾ സംസാരിക്കാനും. നമ്മുടെ ശ്വാസം വിലപ്പെട്ടതാണ്. അത് വെറുതെ വളവളാന്ന് പറഞ്ഞ് നമ്മുടെ നാവ് നമ്മൾ ചീത്തയാക്കരുത്, മനസ്സും ചീത്തയാക്കരുത്. നല്ല കാര്യങ്ങൾ, ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഉപകാരമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയാതിരിക്കുക.
അത്തരം സ്ഥലങ്ങളിൽ നിന്നെല്ലാം ബുദ്ധിപരമായിട്ട് ഒഴിഞ്ഞു മാറുക. ആവശ്യമുള്ളത് മാത്രം സംസാരിക്കാനായിട്ടുള്ള സുഹൃത്തുക്കളെ കണ്ടെത്തുക. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ഒരുപാട് നാളെടുത്ത് പറഞ്ഞ് തീർക്കേണ്ട വിഷയങ്ങളാണെങ്കിലും അള്ളാഹു നാളത്തെ പ്രഭാതത്തിൽ ജീവൻ നൽകിയാൽ, സംസാരിക്കാൻ അനുവാദം നൽകിയാൽ സംസാരിച്ചു കൊണ്ടേയിരിക്കും. കേൾക്കാൻ നിങ്ങൾക്കും പറയാൻ എനിക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ നന്നാക്കലല്ല, മറിച്ച് ഞാൻ നന്നാകലാണ്. നിങ്ങളും നന്നാകണം, നമുക്കെല്ലാവർക്കും നന്നാകണം. ഈ കാരണം നമ്മുടെ ഉള്ളിലുണ്ടാകണം, അത് നമ്മുടെ മക്കളിലും ഉണ്ടാകണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.